ഇപ്പോൾ പുറത്തുവരുന്ന വിവരമെന്ന് പറയുന്നത് 30 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം മാത്രമേ ഈ ജീവപര്യന്തം തടവ് ശിക്ഷ പ്രതി അനുഭവിക്കേണ്ടി വരിക. അതായത് ജീവിതകാലം മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രോസിക്യൂട്ടർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകാനുള്ള ശുപാർശ നൽകും എന്നുകൂടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ വന്ദനദാസ് വധക്കേസിലാണ് ഇപ്പോൾ പ്രതി സന്ദീപിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ 30 വർഷത്തെ തടവ് ശിക്ഷയുണ്ട്. അതിനുശേഷം ഈ ജീവപര്യന്തം എന്നുള്ളതാണ്. 1 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചിരിക്കുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, തുടരാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സംബന്ധിച്ച് അദ്ദേഹം ഈ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോഴടക്കം പ്രധാനമായും ഉന്നയിച്ചത് വധശിക്ഷ എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിയിൽ ഈ കോടതി നടപടികൾ കേട്ട നമ്മുടെ പ്രതിനിധി സൂര്യകായത്തിൽ കൂടി ചേരുകയാണ്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ ഒരു വധശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു. എന്നാൽ കോടതി അതിലേക്ക് പോയിട്ടില്ല. ഹൈക്കോടതിയിലേക്ക് പോകാൻ ഇപ്പോൾ പ്രോസിക്യൂഷൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി എന്താണ് ഈ വിധി വായിക്കുമ്പോൾ ജഡ്ജി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതായത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് പരിഗണിച്ച് അതിൽ വധശിക്ഷ പ്രതിക്ക് നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രോസിക്യൂട്ടർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽമേലാണ് വാദം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് ഇതിപ്പോൾ കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷയിലേക്ക് പോകാതെ ജീവപര്യന്തത്തിൽ ഈ ശിക്ഷ ഒതുക്കേണ്ടി വന്നത്. ഇതിലിപ്പോൾ വന്ദനയുടെ മാതാപിതാക്കൾക്ക് ഈ വിധിയിൽ തൃപ്തരല്ല എന്നുള്ളതാണ്. അവർ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ പ്രതിക്ക് 302 വകുപ്പ് പ്രകാരമാണ് ഈ ജീവപര്യന്തം നൽകിയിരിക്കുന്നത്. കൂടാതെ 310 വകുപ്പ് പ്രകാരം മറ്റൊരു ജീവപര്യന്തം. ആദ്യത്തെ 30 വർഷം ഉള്ള ശിക്ഷയ്ക്ക് ശേഷമാണ് ഈ ജീവപര്യന്തം ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഇപ്പോൾ അപ്പീൽ പോകാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആരോഗ്യ പ്രവർത്തകയെ ചികിത്സയ്ക്കായിട്ട് വന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.